ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു മരം എങ്ങനെ വരയ്ക്കാമെന്നും അതുപോലെ തന്നെ ആ മരത്തിന് എങ്ങനെ വാട്ടർ കളർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇവിടെ മരം വരച്ച് കഴിഞ്ഞു. ഇനി ഈ മരത്തിന് നിറം കൊടുക്കണം. ഏതൊക്കെ നിറമാണ് എടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക്. ഞാനിവിടെ ബ്ലാക്ക് നിറമെടുത്തു, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് റെഡ് എന്ന് പറയുന്ന ഒരു കളർ എടുത്തു, അതുപോലെ കാംബേജ് ഹ്യൂ എന്ന് പറയുന്ന ഒരു യെല്ലോ എടുത്തു, അതുപോലെ തന്നെ സാപ്പ് ഗ്രീന്. ഈ 4 നിറം വെച്ചാണ് ഞാൻ ഈ മരത്തിന് കളർ ചെയ്യുന്നത്. ഞാൻ ആദ്യം കൊടുക്കുന്ന കളറ് സാപ്പ് ഗ്രീനാണ്. സാപ്പ് ഗ്രീൻ ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ആ ഇല വരുന്ന ഭാഗത്തിന് ഒന്ന് ഷെയ്ഡ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ സാപ്പ് ഗ്രീൻ ലൈറ്റ് അവിടെ ചെയ്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സാപ്പ് ഗ്രീനും ലൈറ്റ് റെഡും ഈ 2 നിറവും തമ്മിലൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡാർക്ക് ഗ്രീൻ കിട്ടും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ സാപ്പ് ഗ്രീൻ്റെ താഴ്ഭാഗത്ത് കൊടുക്കുമ്പോൾ വെയിൽ ഏൽക്കാത്ത ഭാഗങ്ങളൊക്കെ ഒരു ഡിമ്മായി നിൽക്കും, അതായത് ഒരു ഡാർക്ക് ഗ്രീൻ നിൽക്കും. അതിനു വേണ്ടിയാണ് ഈ ലൈറ്റ് റെഡും സാപ്പ് ഗ്രീൻ തമ്മിൽ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്കിനി കൊടുക്കാം. ലൈറ്റ് ഗ്രീനിൻ്റെ സാപ്പ് ഗ്രീൻ ലൈറ്റിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ ഡാർക്ക് ഗ്രീൻ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞു, ലൈറ്റ് റെഡും അതുപോലെ തന്നെ സാപ്പ് ഗ്രീൻ തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ ഒരു കരിഞ്ഞ പച്ച പോലെ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ നമുക്ക് ലഭിച്ചു. അതിലേക്ക് നീല കളർ കൂട്ടിയാലും അതുപോലെ തന്നെ ബ്ലാക്ക് എല്ലാം കൂട്ടിയാലും നമുക്ക് ഇതുപോലെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ കിട്ടും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലൈറ്റ് റെഡാണ് ഉപയോഗിച്ചത്. അത് വെച്ചാണ് ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കിയത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ഗ്രീൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ നിങ്ങൾ വെച്ച് കൊടുക്കുക. ആദ്യമൊക്കെ നമുക്കൊരു ഷേപ്പ് കിട്ടില്ല. 1-2 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് വരും. ചിത്രം വര പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്ക് ഇത് കാണുന്നവർ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ചവിട്ടുപടിയാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കളറിനെക്കുറിച്ച് അറിയാനും നിറങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ഒരു ഉപകാരമായി മാറും. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു കാംബോജ് ഹ്യൂ എന്ന ഈ ഒരു യെല്ലോ എടുത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അതായത് സാപ്പ് ഗ്രീനും കാംബോജ് ഹ്യൂ എന്ന് പറയുന്ന ഈ ഒരു യെല്ലോയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറുനാരങ്ങയുടെ അല്ലെങ്കിൽ ഒരു ലെമൺ ഗ്രീൻ നമുക്ക് ലഭിക്കും. ഇലയുടെ തളിർപ്പ് ഭാഗങ്ങളൊക്കെ തോന്നിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നിറം നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് സാപ്പ് ഗ്രീനും കുറച്ച് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഒന്നുകൂടെ ഒരു ഡാർക്കായിട്ടുള്ള ഗ്രീൻ നമുക്ക് ലഭിക്കും. അത് നേരത്തെ പറഞ്ഞു ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ലഭിക്കാൻ വേണ്ടിയാണ്. വെയിലേൽക്കാത്ത ഭാഗത്തൊക്കെ ഒരു ഡാർക്ക്നെസ് നമുക്ക് തോന്നാൻ വേണ്ടിയാണ്.
ഇനി അടുത്ത സ്റ്റെപ്പ് കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് ആ ഇലകൾക്കിടയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഡാർക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് ആ മരത്തിൻ്റെ തടിക്ക് കുറച്ച് നിറം കൊടുക്കണം. അതിനെടുക്കുന്ന ടോണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സാപ്പ് ഗ്രീനും അതുപോലെ തന്നെ കാംബോജി ഹ്യൂ എന്ന് പറഞ്ഞ യെല്ലോയും അതുപോലെ ലൈറ്റ് റെഡുമാണ് എടുത്തിരിക്കുന്നത്. അത് മൂന്നും കൂടെ മിക്സ് ആക്കുമ്പോൾ ഒരു കാക്കി നിറമാണ്, വെച്ചാൽ ഒരു കാപ്പിപ്പൊടിയുടെ ഒരു നിറം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ലൈറ്റ് റെഡിലേക്ക് കുറച്ച് യെല്ലോ കൂടെ ചേർത്തിട്ട് ഒരു ബ്രൗൺ നിറം പോലെ എടുത്തിട്ട് ഞാൻ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് മരത്തിൻ്റെ പുറം ഭാഗത്തുള്ള എല്ലാ ഡീറ്റെയിൽസും വരയ്ക്കണം. അല്പം ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് മരത്തിൻ്റെ പുറത്ത് വരുന്ന ഓരോ ഭാഗങ്ങൾ, അതിൻ്റെ ഓരോ ഇമേജ് ഡീറ്റെയിൽസുകൾ, അതിൻ്റെ മരം പൊളിഞ്ഞിരിക്കുന്ന പോലെ അതിൻ്റെ കമ്പുകളൊക്കെ പുറം ഭാഗത്തൊക്കെ വരച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു ചെറിയ ഒരു ഡാർക്ക് എടുത്തിട്ട് ഒന്ന് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ഡാർക്കും അതുപോലെ അതിലേക്ക് കുറച്ച് റെഡും കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഒരു ബ്രൗൺ പോലെ ഒരു നിറമാക്കി എടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ചെയ്യാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ചിത്രം ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി ഫിനിഷ് ചെയ്ത ചിത്രം നിങ്ങളെ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഞാൻ വരച്ച ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.